മുൻകൂട്ടി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കിച്ചണിൽ കയറിയിട്ട് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് വേറെന്തോ ഉണ്ടാക്കി കഴിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായി കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളൊരു ആവോലി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ ആവോലിയാണെന്ന് കണ്ടപ്പോൾ മോൾക്ക് അതൊരു ബിരിയാണി വെക്കണമെന്ന് മോഹം. മോള് വെക്കണമെന്നല്ല കേട്ടോ, ഞാൻ വെക്കണമെന്നാണ്. അപ്പം പിള്ളേരല്ലേ, എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ കുറച്ച് ഉള്ളിയും ഒക്കെ വഴറ്റി നമ്മൾ സംഭവം മസാല സെറ്റാക്കിയാൽ മതിയല്ലോ, പിന്നെ കുറച്ച് റൈസ് കൂടെ വേവിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളി വഴറ്റാൻ എത്രയും വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവുമല്ലോ. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ഉപ്പ് ചേർക്കാതിരിക്കുന്നത്? പെട്ടെന്ന് വഴറ്റ് വരട്ടെ, നമുക്കിങ്ങനെ പഴയ കളയ സമയമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള മസാലകൾ ഒക്കെ ചേർത്ത് നല്ല വഴറ്റി സെറ്റാക്കിയിട്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് പകുതി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പെരട്ടി അങ്ങ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ റൈസും കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി. കാരണം എന്ന് വെച്ചാൽ കാക്ക ചെറിയൊരു ടൈൽ പണി ഉണ്ടായിരുന്നു നമ്മുടെ ഹാളിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത്. നന്നായിട്ട് വിശന്നിട്ട് കഴിച്ചാണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു.